അതിഗംഭീര റിപ്പോർട്ടുകളുമായി നേര് പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കെ മോഹൻലാലിൻ്റേതായി ഇനി വരാനിരിക്കുന്ന സിനിമകളും ഇപ്പോൾ ചർച്ചയാകുകയാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമാണ് റാം എന്ന ചിത്രം. നേരിൻ്റെ സംവിധായകൻ ജിത്തു ജോസഫ് തന്നെയാണ് ഈ സ്പൈ ത്രില്ലർ ചിത്രം സംവിധാനം ചെയ്യുന്നത്. 2019 ഷൂട്ടിംഗ് ആരംഭിച്ച ചിത്രം കോവിഡ് വന്നതോടെ ഷൂട്ടിംഗ് നിർത്തിവെക്കുകയായിരുന്നു. നേര് മോഹൻലാലിന് ഹിറ്റ് സമ്മാനിച്ചതോടെ വീണ്ടും റാം ചർച്ചയാകുകയാണ്. താടി വടിച്ച് അഭിനയിക്കാത്തതിൻ്റെ കാരണം മോഹൻലാൽ പറഞ്ഞത് റാം പോലുള്ള ചിത്രങ്ങളുടെ കണ്ടിന്യൂറ്റി പ്രശ്നത്തിനാലാണ് എന്നാണ്. ഇതെല്ലാം ചേർത്തുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് ഇപ്പോൾ സംവിധായകൻ ജിത്തു ജോസഫ്. ഖത്തറിലെ സുനോ റേഡിയോക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജിത്തു ഈ കാര്യങ്ങൾ പറയുന്നത്. റാം കുറച്ച് പ്രശ്നങ്ങളിൽ നിൽക്കുകയാണ്, അതെല്ലാം പരിഹരിച്ചു വരികയാണ്. റാം 2 രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യണം. ടുണീഷ്യയിലും ഇംഗ്ലണ്ടിലുമാണത്. അവിടുത്തെ കാലാവസ്ഥ ഒത്തുവരുമ്പോൾ ഇവിടെ അഭിനേതാക്കളുടെ ഡേറ്റ് ഒത്തുവരില്ല. ഇങ്ങനെ അനവധി ഘടകങ്ങൾ ഒത്തുവരണം അതിൻ്റെ ഷൂട്ടിങ്ങിന്. അടുത്ത ജൂണിൽ റാമിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കണമെങ്കിൽ ഞാൻ ഈ മാസം മുതൽ തന്നെ പ്ലാനിംഗ് ആരംഭിക്കണം. ഡിസംബറിൽ ഒരു ഓപ്ഷൻ വന്നിരുന്നു. ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റൊക്കെ ഒത്തുവന്നു. പക്ഷേ അവിടത്തേക്ക് തണുപ്പ് കാരണം അടുക്കാൻ പറ്റില്ല. മാത്രമല്ല ഡേ ടൈം കുറവുമാണ്. ഇങ്ങനെ ചില പ്രശ്നങ്ങളിൽ കിടക്കുകയാണ്. ഒരു ആക്ഷൻ ഫിലിം ആണെങ്കിലും റാമിലെ മോഹൻലാലിൻ്റെ ക്യാരക്ടർ ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടർ അല്ല. അതിലും ഇമോഷണലും മറ്റും ഉണ്ട്. ആ ക്യാരക്ടറിൻ്റെ പേഴ്സണലായ കാര്യങ്ങളുണ്ട്. പേഴ്സണൽ കാര്യങ്ങളിൽ നിന്നാണ് ഒരു കാര്യത്തിന് വേണ്ടി ആ ക്യാരക്ടർ ഒരു മിഷന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷേ അയാൾ ഒരു സാധാരണക്കാരനുമല്ല. 2 പാർട്ടായി 140 കോടിയേക്കാൾ ചിലവാക്കിയാണ് റാം ഒരുക്കുന്നത്. അതിനാൽ തന്നെ വലിയ പടമാണ് എന്ന് കരുതി ഭയങ്കര ലാർജർ ദാൻ ലൈഫ് ഫൈറ്റും മറ്റും ഉള്ള ചിത്രവുമല്ല. അത് കാണുമ്പോൾ മനസ്സിലാവും. റാമിൻ്റെ അപ്ഡേറ്റ് സംബന്ധിച്ച് ജിത്തു ജോസഫ് പറഞ്ഞു. റാമിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം.